വണക്കം വന്ദനം നമസ്കാരം ഗുഡ് മോർണിംഗ് ടു യു ആൾ. ഞാൻ നിങ്ങളുടെ സ്വന്തം ഗുരുജി. വെൽക്കം ടു യു ആൾ. സ്വാഗതം ചെയ്യുകയാണ് ട്രേഡർ ഓപ്ഷൻ ട്രേഡറിലേക്ക്. ഞാനൊരു സെബി രജിസ്റ്റർ അഡ്വൈസർ അല്ല, അതുകൊണ്ട് തന്നെ ഈ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ സ്റ്റഡി പർപ്പസിനായിട്ട് യൂസ് ചെയ്യുക. ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്ന ദിവസം 20-ാം തീയതി 12-ാം മാസം ഡിസംബർ മാസം 2024 രാവിലെ 7:10 നമ്മൾ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നത്. ഇത് ആരൊക്കെ ശ്രദ്ധിച്ചു എന്ന് പറഞ്ഞുകൂടാ, ശ്രദ്ധിക്കാത്തവരെ ലൈവ് മാർക്കറ്റിൽ ശ്രദ്ധിക്കുക. ഡിഫറൻസ് കണ്ടോ? ഈ ഡിഫറൻസ് ഭയങ്കര ബേസിക്കാണ്. ബേസിക്സ് എന്ന് പറഞ്ഞാൽ ബേസിക്കാണ്. ഇത് ഫോളോ ചെയ്താൽ മാത്രം മതി ഒരു ഓപ്ഷൻ ബയ്യറിന് നല്ല നല്ല പോയിൻറ്റ്സുകൾ നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഇന്നലെ നമ്മുടെ ടെലഗ്രാം ചാനലിൽ ഇത്രയും ഗ്യാപ് ഡൗൺ ആയപ്പം നിറച്ച ആൾക്കാർ പുട്ട് വായിക്കാനായിട്ട് റെഡിയായി കാണും. ഗ്യാപ് ഡൗൺ ആയി, വലിയ റെഡ് ക്യാൻഡിൽ വന്നു ഫസ്റ്റ് 15 മിനിറ്റിൽ. അപ്പം ഞാൻ ടെലഗ്രാം ചാനലിൽ നമ്മൾ സ്റ്റഡിയുടെ ഭാഗമായിട്ടൊരു ഡിസ്കഷൻ ഉണ്ടായിരുന്നു ടെലഗ്രാം ചാനലിൽ. അപ്പോൾ 51,500 ശ്രദ്ധിക്കാൻ പറഞ്ഞു, 51,500. നമ്മൾ ഇന്നലെ ഒരു POC പറഞ്ഞു, ഓർക്കുന്നുണ്ടോയെന്ന് അറിഞ്ഞൂടാ. ഓർക്കുന്നുള്ളവർ അത് നമ്മുടെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. എന്താണ് POC ബാങ്ക് നിഫ്റ്റിക്ക് പറഞ്ഞത്? ബാങ്ക് നിഫ്റ്റി ഫ്യൂച്ചർ 51,500 ശ്രദ്ധിക്കാൻ പറഞ്ഞു. എന്നിട്ട് ഞാൻ പറഞ്ഞു ആദ്യത്തെ 15 മിനിറ്റ് ഞാൻ വെയിറ്റ് ചെയ്യുമെന്ന് പറഞ്ഞു. ദെൻ ഒരു 80 പോയിൻറ്റ്സിൻ്റെ ഒരു റൈഡ്, ഒരു 10 മിനിറ്റല്ല, 5 മിനിറ്റിനകത്ത് തന്നെ ഒരു 80 പോയിൻറ്റിൻ്റെ റൈഡ് കിട്ടുകയും ചെയ്തു ഇന്നലെ. ഓക്കെ, നമുക്ക് പെട്ടെന്ന് തന്നെ കാര്യത്തിലോട്ട് കിടക്കാം. ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ബാങ്ക് നിഫ്റ്റി, വീണ്ടും ബാങ്ക് നിഫ്റ്റി പറയാൻ കാരണം ഞാൻ അതിൻ്റെ ട്രേഡറാണ്. ബാങ്ക് നിഫ്റ്റിയിലാണ് ഓപ്ഷൻ ബയറായിട്ടുള്ളത്. സോ ഇതിനകത്ത് ചൊവ്വാഴ്ച നമുക്ക് ബാങ്ക് നിഫ്റ്റിയുടെ മന്ത്ലി എക്സ്പയറിയാണ്. 24-ന് ബാങ്ക് നിഫ്റ്റിയുടെ മന്ത്ലി എക്സ്പയറിയാണ്. പക്ഷേ ഈ പ്രീമിയം ഇപ്പോഴും ബഡ്ജ് ചെയ്ത് തന്നെ നിൽക്കുന്നത്. പ്രീമിയം അതായത് ഇതിൻ്റെ കോൺസെപ്റ്റ് എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൺട്രാക്റ്റ് തുടങ്ങി കോൺട്രാക്റ്റ് തീരുന്ന സമയത്ത് 0 ആകണം. വെരി സിമ്പിളാണ്. അപ്പോൾ അതാണ് നമ്മൾ ആദ്യം മുതലേ പറയുന്നത്. ഓപ്ഷൻ സെല്ലറാണ് ഏറ്റവും കൂടുതലുള്ളത്. ഫ്രഷ് ബൈയിങ് ഇവിടെ നടക്കുന്നില്ല എന്നൊക്കെ നമ്മൾ കുറേ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യും. ഇതൊക്കെ കോർത്തിണക്കി നോക്കിയാൽ മനസ്സിലാവും. അപ്പം ഇതാണ് ഇതിൻ്റെ തിയറി. വളരെ സിമ്പിളാണ് തിയറി. അതായത് ഒരു 100 രൂപയിൽ തുടങ്ങുന്ന ഒരു കോൺട്രാക്റ്റ്, അത് കോൺട്രാക്റ്റ് തീരുമ്പോൾ 0 ആകണം എന്നുള്ളതാണ് ഇതിൻ്റെ കോൺസെപ്റ്റ്. ഇപ്പോഴും ഇന്നത്തെയും കൂടെ ചേർത്ത് 3 ട്രേഡിംഗ് ഡേ ഉള്ളൂ. 3 ട്രേഡിംഗ് ഡേ ആയിട്ടും നോർമലായിട്ട് വീക്കിലി എക്സ്പയറി ഒക്കെ ബാങ്ക് നിഫ്റ്റി കണ്ടിട്ടുള്ളത് ഒരു 200 രൂപയ്ക്ക് അടുപ്പിച്ച് എത്തും. 200, 250, 300 ഇതിൻ്റെ അടുപ്പിച്ച് 300 രൂപയ്ക്ക് താഴെ കാണത്തുള്ളൂ ഇത്രയും അടുത്തുള്ളപ്പം. പക്ഷേ ഇപ്പോഴും 400 and something എബോവ് ആണ് ബാങ്ക് നിഫ്റ്റിയുടെ പ്രീമിയം ബഡ്ജായി നിൽക്കുന്നത്. അപ്പോൾ ഇതിനവർ ഇനിയും അതിനകത്ത് മെൽറ്റ് ചെയ്യണം. ഇനിയും നല്ല രീതിയിൽ മെൽറ്റ് ചെയ്യാനുണ്ട്. അപ്പോൾ അതിനെന്താ വേണ്ടത്? റേഞ്ച് വേണം. റേഞ്ച് ഉണ്ടെങ്കിൽ മാത്രമേ അവർക്ക് മെൽറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ, അല്ലെങ്കിൽ മെൽറ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ, നമുക്ക് ഡിസ്കഷനിലോട്ട് കൂടുതൽ പോകണ്ട. ബാങ്ക് നിഫ്റ്റി ഒരു 74 പോയിൻ്റ് അല്ലെങ്കിൽ 100 പോയിൻറ്റിൻ്റെ ഡിഫറൻസ് നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. നിഫ്റ്റി ഒരു 100 പോയിൻ്റ് അടുപ്പിച്ചൊരു ഡിഫറൻസ് കാണാൻ പറ്റുന്നുണ്ട് സ്പോട്ടിനും ഫ്യൂച്ചറിനും. ബാങ്ക് നിഫ്റ്റി ഒരു 175, ഒരു 200 പോയിൻറ്റിൻ്റെ ഒരു ഗ്യാപ്പ് ഡിഫറൻസ് സ്പോട്ടിനും ഫ്യൂച്ചറിനും ബാങ്ക് നിഫ്റ്റി നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. പെട്ടെന്ന് തന്നെ നമുക്ക് ലെവലിലോട്ട് പോകാം. ഈ പറയുന്ന ലെവലാണ് ഇതൊരു വലിയൊരു സീക്രട്ടോ കാര്യങ്ങളോ ഒന്നുമല്ല, നിങ്ങൾക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. കണ്ടോ, ഈ ലെവൽ നമ്മളിവിടെ ഇങ്ങനെ മാർക്ക് ചെയ്തിട്ടുണ്ട്. 200 പോയിൻറ്റിൻ്റെ, അതായത് 100 പോയിൻറ്റിൻ്റെ ഡിഫറൻസ് ഉണ്ടല്ലോ അല്ലേ ഫ്യൂച്ചറിനും സ്പോട്ടിനും നിഫ്റ്റിക്ക്. സോ ഈ 23,930 മുതൽ 24,120 വരെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം ഒരു 200 പോയിൻറ്റ്സിൻ്റെ റേഞ്ച് ഇതിനകത്തുണ്ട്. ഈ റേഞ്ചിന് ഫ്ലാറ്റ് ഓപ്പൺ ആയാൽ ഈ റേഞ്ചിൽ തന്നെ അവർ കൺട്രോൾ ചെയ്യും. ഈ റേഞ്ചിൽ നല്ല കൺട്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ഓപ്ഷൻ സെല്ലേഴ്സിന് പ്രീമിയം മെൽറ്റായി കിട്ടും. നിറച്ച ആൾക്കാർക്ക് ഈ റേഞ്ചൊന്നും അറിയാതെയാണ് പോയി സെല്ലടിക്കുന്നത്, മനസ്സിലായില്ലേ? എന്നിട്ട് അവിടെയും നഷ്ടം വരും. നമ്മൾ തുടങ്ങിയ മുതലേ ബയറാണ്, നമ്മൾ മാറിയിട്ടില്ല, ഇനിയും ബയർ തന്നെയാണ്. ഈ ലെവൽ നോട്ട് ചെയ്തോളൂ. നിഫ്റ്റി ഫ്യൂച്ചറിൻ്റെ ചാർട്ടാണ്. ഇതിൻ്റെ പോയിൻ്റ് ഓഫ് കൺട്രോൾ 175 മുതൽ 185 വരെ. ഇതാണ് പോയിൻ്റ് ഓഫ് കൺട്രോൾ, നോക്കിക്കോളൂ. ബാങ്ക് നിഫ്റ്റി ഫ്യൂച്ചറിൻ്റെ ചാർട്ടാണ്. ബാങ്ക് നിഫ്റ്റി ഇതാണ് ലെവല്. ഓക്കെ, അപ്പോൾ ബാങ്ക് നിഫ്റ്റിയും നമുക്ക് ഫ്ലാറ്റ് ഓപ്പൺ ആയാൽ ഈ റേഞ്ചിൽ തന്നെ അവരിരുന്ന് കളിക്കും. എന്നിട്ട് അവരെ പ്രീമിയം മെൽറ്റ് ചെയ്യാൻ പറ്റുന്ന ബെസ്റ്റ് ദിവസമായിട്ട് മാറും. അപ്പം ശ്രദ്ധിക്കുക, ബാങ്ക് നിഫ്റ്റി 2-3 ദിവസമേ ഉള്ളൂ ഇനി നമുക്ക് ക്ലോസിങ്ങിന്, മന്ത്ലി കോൺട്രാക്ട് ക്ലോസിങ്ങിന്. ഇവിടെ നമ്മൾ നോക്കേണ്ടത് 525 മുതൽ 535 വരെയുള്ള പ്രൈസ് റേഞ്ച്. 425 മുതൽ 435 വരെ
നേരത്തെ പറഞ്ഞത് ഡിലീറ്റ് ചെയ്യുക. ഈ പറഞ്ഞതാണ് POC ബാങ്ക് നിഫ്റ്റിയിൽ 425 മുതൽ 435 വരെയുള്ള ഒരു റേഞ്ച് ഇതിനകത്ത് നോക്കുക. സോ നിങ്ങൾക്ക് ഞാൻ പറയുന്നതിൽ എന്തെങ്കിലും മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കുക. ഇത്രയും നേരം കണ്ടതിൽ നന്ദി, നമസ്കാരം. വീണ്ടും തിങ്കളാഴ്ച കാണാം. താങ്ക് യു വെരി മച്ച്.